നമസ്കാരം. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കൂടുതൽ ശക്തമാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട ഭൂപടങ്ങൾ പ്രകാരം മാർച്ച് 8 വരെയുള്ള തീയതികളിൽ വിവിധ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ പച്ച അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മഴ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മാർച്ച് 7, 8 തീയതികളിലും തെക്കൻ ജില്ലകളിൽ മഴ തുടരുവാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. നിലവിൽ എവിടെയും ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലിൽ കാറ്റിന്റെ വേഗത വർദ്ധിക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കുക. ഇടിമിന്നൽ സമയത്ത് വള്ളങ്ങളിലും ബോട്ടുകളിലും ഉള്ളവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. നിലവിൽ കടൽക്ഷോഭത്തിനോ മത്സ്യബന്ധനത്തിനോ വിലക്കോ ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും കാലാവസ്ഥാ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ നിർദ്ദേശമുണ്ട്. ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഉള്ളപ്പോൾ മരച്ചുവട്ടിൽ നിൽക്കരുത്. വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ജാഗ്രത പാലിക്കണം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഉയർന്ന നിലയിൽ തുടരാനിടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ചില ജില്ലകളിൽ UV ഇൻഡെക്സ് 7 മുതൽ 8 വരെ ഉയരുവാനാണ് സാധ്യത. കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളിൽ UV ഇൻഡെക്സ് 8 ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓറഞ്ച് അലർട്ട് വിഭാഗത്തിൽപ്പെടുന്നതായിട്ടാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ നിലയിൽ ഏറെ നേരം നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്നത് ചർമ്മത്തിനും കണ്ണുകൾക്കും ഹാനികരമാകുവാൻ സാധ്യതയുണ്ട്. അതേസമയം കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, വയനാട് തുടങ്ങിയ പല ജില്ലകളിലും UV ഇൻഡെക്സ് 7 വരെ ഉയരുവാനാണ് സാധ്യത. കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 6 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ 5 എന്ന മിതമായ നിലയിലാണ് UV ഇൻഡെക്സ്. UV ഇൻഡെക്സ് 6 മുതൽ 7 വരെ ആയാൽ മഞ്ഞ അലർട്ട് വിഭാഗത്തിലായതിനാൽ ഉച്ച സമയങ്ങളിൽ സൂര്യപ്രകാശത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുകയും സംരക്ഷണ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 8 മുതൽ 10 വരെ ആയാൽ ഓറഞ്ച് അലർട്ടായി കണക്കാക്കപ്പെടുകയും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഉച്ച സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ കുട, തലക്കെട്ട്, സൺസ്ക്രീൻ തുടങ്ങിയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യപരമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തെളിഞ്ഞ അന്തരീക്ഷം സൂര്യപ്രകാശത്തെ നേരിട്ട് ഭൂമിയിൽ എത്തിക്കുവാനും അതുമൂലം കറ ചൂടുപിടിക്കുവാനും അന്തരീക്ഷം ചൂടുപിടിക്കുവാനും കാരണമാകും. UV സൂചിക കൂടുവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ 1-2 പ്രദേശങ്ങളിൽ മാത്രമാണ് ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. പകൽ തൃശൂരിൽ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും കൊല്ലം ജില്ലയുടെ പുനലൂർ ഉൾപ്പെടുന്ന ഉൾനാടൻ മേഖലകളിലും ചൂട് 36 ഡിഗ്രി മുതൽ 39 ഡിഗ്രി വരെ അനുഭവപ്പെട്ടേക്കാം. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും 37 ഡിഗ്രി വരെ എത്തും. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയുടെ തീരദേശത്തും ഉൾനാടിനെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും. വൈകിട്ടോടെ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയാണ് സാധ്യതയുള്ളത്. മലപ്പുറം, കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ സാധ്യതയുണ്ട്. കോഴിക്കോട്, താമരശ്ശേരി, അടിവാരം, ചുരം മേഖലകളിൽ ചാറ്റൽ മഴ ലഭിച്ചേക്കും. മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ ഭാഗം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖല, തൃശൂർ ജില്ലയുടെ ആതിരപ്പള്ളി വിഭാഗം എന്നിവിടങ്ങളിലാണ് മഴ സാധ്യത. കാറ്റിന്റെ അസ്ഥിരതയാണ് ഈ മേഖലകളിൽ മഴയ്ക്ക് കാരണമാവുന്നത്. ശ്രീലങ്കയ്ക്ക് സമീപം മാന്നാർ കടലിടുക്കിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് മേഖലയിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കാറ്റിന്റെ അസ്ഥിരതയ്ക്ക് കാരണമാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ രാത്രി പുലർച്ചെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്.